എൻ്റെ പേര് മൈലോ എന്നാണ്. എനിക്ക് വീഡിയോ ഗെയിം കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഗെയിം കളിക്കും. എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ പോയി. അങ്ങനെ ഒരു ദിവസം ഞാൻ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചായിരുന്നു. ഞാൻ ചോദിച്ചായിരുന്നു എന്ത് പറ്റിയെന്ന് ചോദിച്ചായിരുന്നു. അവൻ പറഞ്ഞു, എടാ എൻ്റെ വീഡിയോ ഗെയിം ഒരാഴ്ചത്തേക്ക് നീ നോക്കാൻ പറ്റുമോ? ഞാൻ ഒരാഴ്ചത്തേക്ക് ഇവിടെ കാണത്തില്ല, ഞാൻ വേറൊരു സ്ഥലത്ത് പോയാണ്, അതുകൊണ്ട് നീ നോക്കുമോ എന്ന് ചോദിച്ചു. നീ നോക്കുകയാണെങ്കിൽ നിനക്ക് $2000 തരാമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ അതിനെല്ലാം സമ്മതിക്കുകയും ചെയ്തായിരുന്നു. അവൻ കുറച്ച് കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു അതിനെന്താ വരാൻ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ എൻ്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. ഞാൻ പെട്ടെന്ന് അവൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തായിരുന്നു. അങ്ങനെ അവിടെ വീടെത്തിയപ്പോഴത്തേക്ക് അവനാണെങ്കിൽ എനിക്ക് അവൻ്റെ വീട്ടിൻ്റെ പുറത്ത് ഉള്ള ക്യാമറ അല്ല എനിക്ക് കാണിച്ചു തന്നത്, പുറത്തും അകത്തുള്ള ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതിൽ നോക്കാറുണ്ട്, മോണിറ്ററിലേക്ക് എനിക്ക് ശ്രദ്ധ ഇടയ്ക്കിടയ്ക്ക് അതിൽ പോകും ഞാൻ കളിക്കുമെങ്കിലും. പെട്ടെന്ന് തന്നെ എനിക്കെന്തോ വിശപ്പ് വന്നു. ഞാനാണെങ്കിൽ എന്തോ ചെയ്തു, പെട്ടെന്ന് തന്നെ പോയി ഫ്രിഡ്ജിൽ തുറന്ന് എന്തെങ്കിലും എടുത്ത് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞാൻ ഇങ്ങനെ അവിടെ നിന്ന് എണീറ്റത് ഇങ്ങനെ വീഡിയോ ഗെയിം ഇങ്ങനെ ഓഫാക്കി ഞാൻ അവിടെ ഇങ്ങനെ വെച്ചപ്പോൾ പെട്ടെന്ന് ഞാൻ മോണിറ്ററിലേക്ക് എൻ്റെ ശ്രദ്ധ കൊടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു കറുത്ത രൂപം. അത് ആരാണ് എന്താണെന്ന് അറിയാൻ പറ്റില്ല, ഒരു കറുത്തിരിക്കുന്ന രൂപം. ഞാൻ വിചാരിച്ചത് ഏതെങ്കിലും ഭ്രാന്തന്മാരായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ആ ഡോറിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്, എനിക്കൊന്നും അറിയാൻ പറ്റില്ല. പെട്ടെന്ന് ഞാൻ എന്തോ ശബ്ദം കേട്ട് ഇങ്ങനെ സൈഡിലേക്ക് നോക്കിയിട്ട് പെട്ടെന്ന് ഞാൻ ആ മോണിറ്ററിൻ്റെ ഇതിൽ നോക്കിയപ്പോൾ ആ രൂപത്തെ കാണാനില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ആ എന്തോ ഇടിച്ച് തകർക്കുന്ന കണ്ടായിരുന്നു. ആ ഗ്ലാസ് ഇടിച്ച് തകർത്ത അയാൾ അതിൻ്റെ അകത്ത് വഴി കയറുന്നതായിട്ടാണ് ഞാൻ പിന്നെ കാണുന്നത്. കഴിഞ്ഞ് അതിൻ്റെ അകത്ത് അയാൾ കയറിപ്പോകുന്നതായിരുന്നു. ഞാൻ വിചാരിച്ചു ഇത് മനുഷ്യനാണോ ഇത് മൃഗമാണോ എന്ന് വിചാരിച്ചു. പെട്ടെന്ന് തന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും അയാൾ അകത്ത് കയറി കഴിഞ്ഞു. എനിക്കാണെങ്കിൽ ആകെ പേടിയായിട്ട് ഇരിക്കാനും വയ്യ. ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ ഇരിക്കുന്ന റൂം അങ്ങ് ലോക്കുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ പോലീസുകാരെ വിളിച്ച് പറയുകയും പോലീസുകാർ പെട്ടെന്ന് എത്താമെന്ന് പറയുകയും ചെയ്തായിരുന്നു. അയാൾ എല്ലാ റൂമുകളിലും പരിശോധിക്കുകയായിരുന്നു അതിൻ്റെ അകത്ത് ആളുണ്ടാകുന്നു, പക്ഷേ അതിൻ്റെ അകത്ത് ആരും ഇല്ലായിരുന്നു. പെട്ടെന്ന് തന്നെ അവസാനം രണ്ടാമത്തെ റൂമും പരിശോധിച്ചിട്ട് വന്നിട്ട് നേരെ ഞാൻ ഇരിക്കുന്ന റൂമിലേക്കാണ് അയാൾ ലക്ഷ്യമാക്കി വന്നത്. ഞാനാണെങ്കിൽ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഇയാൾ നടന്നു വരുന്ന സൗണ്ടല്ല. പെട്ടെന്ന് തന്നെ ഞാൻ ഇരിക്കുന്ന റൂമിൻ്റെ ഡോറിനല്ല ഇയാൾ അടിക്കുകയും ചവിട്ടുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അയാൾക്ക് ദേഷ്യം വന്ന്. അങ്ങനെ പെട്ടെന്ന് തന്നെ എനിക്കാണെങ്കിൽ ആകെ പേടിച്ചിട്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. ഞാൻ പെട്ടെന്ന് തന്നെ നോക്കിയപ്പോൾ പോലീസിൻ്റെ സൈറൻ കേട്ടായിരുന്നു. എനിക്ക് ആശ്വാസമായി ചെയ്തു. പെട്ടെന്ന് തന്നെ ഇയാളെന്ന് തോന്നുന്നു ഇയാൾ പോലീസ് വന്നെന്ന് പറഞ്ഞ് ഇയാൾ ഇറങ്ങി ഓടി രക്ഷപ്പെട്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ പോലീസുകാർ ഇയാളെ തടയുകയെല്ലാം ചെയ്തായിരുന്നു. ഇയാൾ പോലീസിന് കീഴടങ്ങുകയും ചെയ്തായിരുന്നു. പോലീസ് പെട്ടെന്ന് ഇയാളെ പിടികൂടി അവനെ കൊണ്ടുപോയിരുന്നു. ഞാൻ പെട്ടെന്ന് റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് എനിക്ക് അപ്പോഴാണ് നല്ല ആശ്വാസമായത്. ഞാൻ പോലീസുകാരുടെ അടുത്ത് നടന്ന കാര്യമെല്ലാം പറഞ്ഞായിരുന്നു. പോലീസുകാർ അയാളെ കൊണ്ടുപോയെല്ലാം ചെയ്യുന്നത്. അയാൾ അവിടെ അറിയപ്പെടുന്ന ഏറ്റവും ഒരു സൈക്കോ ക്രിമിനലാണെന്നാണ് അവിടെ അറിയപ്പെടുന്നത്. എൻ്റെ ഫ്രണ്ടിനെ എല്ലാം വിളിച്ചറിയിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കുകയും ചെയ്തു. ഞാനാണെങ്കിൽ ആ രാത്രി എനിക്ക് കിടന്നിട്ട് ഒട്ടും ഉറങ്ങുന്നില്ല. ഞാൻ ഒരു പക്ഷേ ഇനിയെ വീഡിയോ ഗെയിം കളിച്ചാൽ ഇനി എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഒരു പക്ഷേ ഞാൻ പോലും അറിഞ്ഞുകൊണ്ടിരുന്നു എൻ്റെ അവസ്ഥ എന്തായിരുന്നു.